തല മുട്ടയായാലും എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലെന്നേ. മാത്രമല്ല നല്ല ലുക്കുമായിരിക്കുമെന്ന് ആൾക്കാർ പറയുന്നത്. തലസ്ഥാനത്ത് ഈ മുട്ടകളെല്ലാം കൂടെ ഒത്തുകൂടി തല മുട്ടയടിച്ചവരുടെ ആഗോള മലയാളി സംഗമം തിരുവനന്തപുരത്ത് കനകക്കുന്നിൽ ഒത്തുചേരൽ സംഘടിപ്പിച്ചു. ലോക മുട്ട ദിനം അന്നും അല്ലായിരുന്നു. അവർ മുട്ടകൾക്ക് ഒരുപക്ഷെ ഈ ഇത്രയും പ്രാധാന്യം കിട്ടിയത് ഒരുപക്ഷെ ടെലിവിഷൻ ചാനലുകളിൽ മുട്ടകൾ ചേക്കേറാൻ തുടങ്ങിയതോടെയാണ്. കനകക്കുന്നിൽ ഇന്നലെ വെയിലിന് ഇരട്ടി പവറായിരുന്നു. കേരളത്തിന്റെ തെക്ക് വടക്ക് നിന്ന് വന്ന ഈ മൊട്ടത്തലകളാണ് അതിന് കാരണം. മുട്ടയടിച്ചാലും മുടി പോയി മുട്ടയായാലും ആത്മവിശ്വാസത്തോടെ നടക്കുക, അതിന് പ്രചോദിപ്പിക്കുക, ഇതാണ് ഇവരുടെ ഉദ്ദേശം. അത് ഹെഡിങ് കോൺഫിഡൻസ് എന്നാണ്. ഹെഡിങ് കോൺഫിഡൻസ്, ആത്മവിശ്വാസത്തിൻ്റെ തലക്കെട്ട് എന്നാണ് ഞങ്ങളുടെ ഒരു മുദ്രാവാക്യം ഞങ്ങൾ മുഴക്കുന്നത്. മുടി പഠിക്കുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെയധികം ആത്മവിശ്വാസമുള്ള ആൾക്കാരാണ്. ആത്മവിശ്വാസമുള്ളവർക്ക് മാത്രമാണ് ഇത് പഠിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ആളുകളൊരു കൂട്ടായ്മ വന്നപ്പോൾ ആത്മവിശ്വാസത്തിൻ്റെ ഒരു കടലായി മാറി. അതാണ് മുട്ടകൾ. 6 മാസം മുമ്പാണ് സോഷ്യൽ മീഡിയയിലൂടെ ആഗോള മുട്ടത്തല കൂട്ടായ്മ പിറവി കൊള്ളുന്നത്. ഇന്നതിൽ അംഗങ്ങളായി പല രാജ്യങ്ങളിൽ നിന്നുള്ള 1000-ലധികം മലയാളികളായ മുട്ടകളുണ്ട്. ഇത് കേരളമല്ല, ഇതൊരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. ഇത് 34 രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികളുണ്ട്. 1300-ലധികം ആൾക്കാരുണ്ട്. നമ്മളിപ്പോൾ ഏതൊരു മേഖലയും നമ്മൾ പറയില്ല, ആകാശത്തിന് കീഴേ. അത് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല. ഇപ്പോൾ വൈദികർ വേണമെങ്കിൽ 4 വൈദികരുണ്ട് ഇതിൽ. പോലീസുകാരാണെങ്കിൽ പോലീസുകാർ, 12 ഡോക്ടർമാരുണ്ട്. അതുപോലെ കോളേജ് അധ്യാപകർ, സ്കൂൾ അധ്യാപകർ, ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ, അതുപോലെ തൊഴിലാളികൾ, അങ്ങനെ സമസ്ത മേഖലയിലുള്ള ആളുകൾ ഉണ്ട്. കൂട്ടായ്മ ചേർന്നപ്പോഴും വിശിഷ്ട വ്യക്തിയായി എത്തിയത് മറ്റൊരു മുട്ട, മ്യൂസിയം സ്റ്റേഷനിലെ SI വിപിൻ ഗബ്രിയേൽ. ഇനി മുട്ടയാകാനുള്ളവർക്കും ഇപ്പോൾ മുട്ടയായിട്ടും തലയിൽ തൊപ്പി വെച്ച് നടക്കുന്നവർക്കും ഈ മുട്ടകൾ ഒരു കോൺഫിഡൻസ് ആണ്. ഭാവിയിൽ മുട്ട ഗ്ലോബലിൽ ഒരു മെമ്പർഷിപ്പ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ തിരുവനന്തപുരത്ത് നിന്നും വിപിൻ വേളിക്കൊപ്പം അജീഷ് ജയകുമാർ, 24. പ്രേമ ചോദിക്കുന്നു, SKN മുട്ടയടിച്ചാൽ ഞാൻ ഓർത്തുപോയി, നല്ല മനോഹരമായിരിക്കും. ഞാനും ഇങ്ങനെ ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എബ്രഹാം തോമസ്, ഇതെന്താ മുട്ടത്തലയന്മാരുടെ സംസ്ഥാന സമ്മേളനമോ? മാത്രമല്ല ഈ മുടിക്ക് വില പോകുന്നൊരു കാലത്താണ് ഈ മുട്ടകൾ ജീവിക്കുന്നത്. അപ്പോൾ ദീപക് തർമ്മടം ഇതിന് പോയില്ലേ എന്ന് ചോദിക്കുന്നു. എനിക്കൊന്നും അദ്ദേഹം വണ്ടിയിൽ പോയിട്ട് അവിടെ എത്തിയില്ലെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ദീപക് തർമ്മടം ചിലപ്പോൾ ഈ മോർണിംഗ് ഷോയിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. കാര്യം മുട്ടത്തലയന്മാരുടെ സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിൽ അതിലൊരു പ്രധാനപ്പെട്ട മുട്ട തന്നെ ആയിരിക്കണം ദീപക്, അല്ലേ? പ്രിയപ്പെട്ടവർക്കറിയാം, വലിയ നല്ല റേഞ്ചുള്ള മുട്ടയാണത്.